ഹലോ, ഇറ്റ്സ് മീ റോസ്റ്റാ റോബിൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഗാർഡനാണ്. ആൻഡ് വീട് ഫുള്ള് നിറച്ചും ചെടികളും മരങ്ങളും തൈകളും ഫുള്ള് പ്ലാന്റ്സ് ആണ്. സോ അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാർട്ട് 1 പാർട്ട് 2 വ്ളോഗാണ്. സോ ഞാൻ പാർട്ട് 1 വ്ളോഗിൽ തന്നെ ഈ ഇൻ്റർലോക്കിലെ ഫുള്ള് ചെടികളും ഇതൊക്കെയാണ്. ആൻഡ് പാർട്ട് 2 വ്ളോഗിൽ എൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ സൈഡ് അവിടെയും അപ്പുറത്തൊക്കെ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റിൽ ഇവിടത്തുള്ള കാണിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ക്ലൈംബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫിലോഡെൻഡ്രോൺ എന്നാട്ടോ ഈ ക്ലൈംബറിൻ്റെ പേര്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ മണി പ്ലാന്റ് ആയിരുന്നു വെച്ചത്. അത് വലിയ മണി പ്ലാന്റ് ആയിരുന്നു, പക്ഷെ അത് കാറ്റും മഴയും കൊണ്ട് അതങ്ങ് ടപ്പാന്ന് പറഞ്ഞ് താഴെ വീണ്. സോ അതിന് ശേഷം ഞങ്ങൾ ഈ ഫിലോഡെൻഡ്രോണാണ് വെച്ചത്. അപ്പോൾ ഞങ്ങളൊരു കയറ് കെട്ടിയത്, കാരണം പെയിൻറ്റ് പോവാതിരിക്കാൻ ഞങ്ങളൊരു കയറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു കാക്ടസിൻ്റെ ഒക്കെ ഒരു ടൈപ്പിൽ പെടുന്നതാണ്. ഇത് ഫുള്ള് നിറച്ചുമുള്ള കേട്ടോ. ഇത് ഒരു നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ പേര് ഒരു വെറൈറ്റി നെയിമാണ്, കല്യാണി എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ കുഞ്ഞു ചെടിയുടെ പേരാണ് രംഭ. ഈ ചെടിയുടെ പേര് ജറബ, നല്ല വെറൈറ്റി പേരല്ലേ. ഇതിൻ്റെ പേര് ഇസഡ് പ്ലാന്റ്. പിന്നെ ഇത് ഗ്രീൻ പ്ലാന്റ്, ഇത് ഫേൺ പ്ലാന്റ് ആട്ടോ. ഇത് നമ്മുടെ 10 മണി. പിന്നെ ഒരു ചെടി കാണിക്കാൻ മറന്നുപോയി, അതാണ് ഈ ചെടി. ഈ ചെടിയുടെ പേര് ഓർക്കിഡ്. ഇപ്പോഴത്തെ സൈഡിൽ ഒരു മണി പ്ലാന്റ് ഉണ്ട്. ആൻഡ് ഇവിടേക്ക് ഫുള്ള് ഇതൊക്കെ താണ്ട ഈ പൂവിൻ്റെ പേര് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിൻ്റെ ഒരു കലയാണ് ഇവിടെ. ഇത് ശംഖുപുഷ്പവും മണിമുല്ല എന്ന് പറഞ്ഞൊരു ചെടിയും കൂടെ ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ ചേർന്നാണ് ഇത്ര ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ഇത് ഫുള്ള് ശംഖുപുഷ്പവും മണിമുല്ലയും ചേർന്നിട്ടുള്ളൊരു ക്ലൈംബേഴ്സ് ആണ്. ഇതൊക്കെ ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. സ്നേക്ക് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, ഇസഡ് പ്ലാന്റ്. ഇവിടെയൊക്കെ ഫുള്ള് ഇസഡ് പ്ലാന്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവറും ഒറിജിനൽ വോയിസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. സോ അതുകൊണ്ടാട്ടോ ഇടയ്ക്കൊക്കെ ശബ്ദം കുറഞ്ഞ് ശബ്ദം കൂടിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ ചട്ടിക്കകത്ത് കാണുന്ന ചകിരിയൊക്കെ ഒത്തിരി ചട്ടി നിറച്ചുണ്ടായിരുന്നു, പക്ഷെ ഇവിടുത്തെ നായക്കുട്ടി വന്നതെല്ലാം എടുത്തെടുത്ത് കളഞ്ഞ് ഇപ്പം അത്രയായി. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ റെഡ് ആഗ്ലോനീമ, ഫിഷ് ബോൺ കാക്ടസ്, സ്നേക്ക് പ്ലാന്റ്, പിന്നെ ഇസഡ് പ്ലാന്റ്. ഇവിടെയൊക്കെ വരുമ്പോൾ ടോട്ടൽ 6 പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് കൂടുതലും ഇസഡ് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇവിടെ ഫുള്ള് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. പോട്ട് ഇനി മേടിക്കണം. ഇതിപ്പോൾ ഫുള്ള് ഹാങ്ങിങ് പ്ലാന്റ്സ്. ഇതിൻ്റെ പോട്ടിനി മേടിക്കണം. ഇതിനകത്ത് ഫുള്ള് നമ്മൾ ഓർക്കിഡാട്ടോ വെച്ചേക്കുന്നത്. ഇത് നിലത്തേൻ വരുന്ന തെറ്റിച്ചെടി, റെഡ് തെറ്റിയാണ്. ഇത് വൈൽഡ് മൾബറി. ഇത് അഡീനിയം. പിന്നെ അവിടെ ഒരാൾ ആരൊക്കെയോ നോക്കി പോകുന്നുണ്ട്, ആരെയാണാവോ എന്തോ. നമുക്ക് നമ്മുടെ മാറ്ററിലോട്ട് വരാം. ഇത് പിങ്ക് അഡീനിയം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ് ഈ അഡീനിയം എന്ന് പറയുന്നത്. ഇത് കളറാണെന്നൊന്നുമില്ല, എനിക്ക് എല്ലാ കളറും അഡീനിയവും ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇപ്പുറത്ത് വരുന്ന ചെടി ഇസഡ് പ്ലാന്റും, എൻ്റെ ഇപ്പുറത്ത് തുളസിയാണ്. എനിക്ക് ഈ അഡീനിയം പ്ലാന്റ് ഇഷ്ടമുണ്ട്. ഞാൻ കുറേ ചട്ടിയിൽ ഇത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ ഇപ്പുറത്ത് ഒരു ചുമന്ന തുളസിയുണ്ട്. പിന്നെ എൻ്റെ ഇപ്പുറത്തെ സ്നേക്ക് പ്ലാന്റ്. ഇത് ഫുള്ള് ചീരയാണ്. പിന്നെ ഈ ചട്ടിയിൽ ഇരിക്കുന്നത് അഡീനിയമാണ്. ഇവിടെ ഫുള്ള് പച്ച ചീരയാണ് ഗൈസ്. പിന്നെ ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, ബിക്കോസ് ഇത് വളർന്നു വന്നാൽ മമ്മി ഇത് വെട്ടി ഞങ്ങൾക്ക് ചീരക്കറിയോ ചീര തോരനോ വെച്ച് തരും. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് എനിക്കിത് ഒട്ടും താല്പര്യമില്ല. ഞാൻ അതിന് ചിലപ്പോൾ ഒടിച്ചു വരെ കളയാറുണ്ട് ഇതൊക്കെ. പിന്നെ ഇവിടേക്ക് വരുന്നത് ഫുള്ള് തുളസിയാണ്. ആ ചീര ഒടിച്ചതൊന്നും മമ്മി അറിയാതിരുന്ന ഭാഗ്യം. പിന്നെ ഇത് നല്ലൊരു മണമുള്ള ദേവദാരു ചെടിയാണ്. അതിന് നല്ല മണമാണ്. നല്ല മണം എന്ന് വെച്ചാൽ നല്ല കുന്തിരിക്കത്തിൻ്റെ ഒക്കെ മണമാണ് ഗൈസ്. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ്. ഇത് ഫുള്ള് ബോഗെയിൻ വില്ല. പണ്ടൊക്കെ ഇവിടെ
ആർക്കും വാല്യൂ ഇല്ലാതെ കിടന്ന ബോഗൻവില്ലയാണ് ഇപ്പം ഒരു തൈക്ക് തന്നെ 4000 രൂപയൊക്കെയാണ് ഗൈസ് പറയുന്നത്. എന്താ അല്ലേ. പിന്നെ അവിടെയൊക്കെ ഫുള്ള് സ്പൈഡർ പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, പിന്നെ ആ റെഡ് ഫ്ലവറുള്ള പ്ലാന്റിൻ്റെ പേര് അറിയില്ല ഗൈസ്. പിന്നെ ഇത് കറ്റാർവാഴ, പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ്, പിന്നെ ഇതെന്താ, ഇത് വലിയ ചീര. മിക്കവാറും ഇത് വെട്ടിക്കറി വെക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മതിലൊക്കെ ഫുള്ള് ചെടിയായിരുന്നു, ഫുള്ള് നിറച്ച് അടുപ്പിച്ചടുപ്പിച്ച് ചെടിയായിരുന്നു. പക്ഷെ അതൊക്കെ ആൾക്കാർ വന്ന് അതിൻ്റെയൊക്കെ തൈയൊക്കെ ഒടിച്ചുകൊണ്ട് പോകുന്നു. സോ അത് ചെടികൾക്ക് ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ചട്ടി ഫുള്ളെടുത്ത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 പേര് കളിച്ചുകൊണ്ട് നടപ്പുണ്ട്. ഞാൻ എൻ്റെ ബാക്കിലിരിക്കും കേട്ടോ, എന്താണ് എൻ്റെ വ്ളോഗിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ ഒരു ഹാങ്ങിങ് ചെടി, ഇത് സ്പൈഡർ പ്ലാന്റ്, ഇത് ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് പിന്നെ ഔട്ട്ഡോർ വെച്ചത് അകത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇൻഡോർ പ്ലാന്റ്സ് വെച്ച്. സോ അതുകൊണ്ടാട്ടോ. ഇത് മൊത്തം തെറ്റിയാണ്. ഇത് ബോഗൻവില്ലയാണ്. ഇത് പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഇപ്പോൾ പൂ പിടിച്ച് വരുന്നുണ്ട്. ഇത് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, കാരണം ഫുള്ള് മുള്ളാണ്. സോ പക്ഷേ ഇപ്പോൾ എനിക്കിത് ട്രെൻഡായി കുറച്ചൊക്കെ ഇഷ്ടം വരാൻ തുടങ്ങി. സോ ഇതൊക്കെ ഫുള്ള് ബോഗൻവില്ലയാണ്. ഇതൊക്കെ പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ചെറിയ പൂക്കളൊക്കെ അവിടെ ഇവിടെ വരുന്നു തുടങ്ങി. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഇതൊക്കെ ഫുള്ള് കാട്ടുചെടി. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ചെടിയുടെ പേരാണ് കോഴിച്ചെടി. എനിക്കെന്തോ നല്ല വെറൈറ്റി പേരായിട്ട് തോന്നിട്ടോ, കോഴിച്ചെടി എന്നാണ്. ഇത് ആയുർവേദത്തിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയാണ്. പിന്നെ ഈ ചെടിയുടെ പേര് ചൈനീസ് വയലറ്റ്. മലയാളത്തിൽ ഇതിന് ഉപ്പുതാളി, വേലിപ്പടക്കം, പിന്നെ തുപ്പലം പൊട്ടിയോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ മലയാളം നെയിംസ്. എനിക്ക് മലയാളം നെയിംസ് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നിങ്ങളവിടെ ഇതിന് എന്താ പറയുന്നത് പറയണം. പിന്നെ ഇത് പിങ്ക് തെറ്റി. ഇത് കുറേയൊക്കെ വാടിപ്പോയി, ചൂടൊക്കെ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ബാക്കിലോട്ട് കിളിച്ച് വരുന്നുണ്ടത്. ഇതിൻ്റെ ഇപ്പുറത്തെ റെഡ് തെറ്റി. ഇത് നല്ല വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ നല്ല തേൻ വരുന്നതാണ്. നല്ല ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെയൊക്കെ തേനിന്. നല്ല റെഡ് തെറ്റി എൻ്റെ ഇവിടെ ഉണ്ട്. ഇത് ഫുള്ള് വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ പുറകിൽ നല്ല കഷ്ടപ്പാടുണ്ട്. നല്ല വളവും മുട്ടത്തോടും അതൊക്കെയാണ് ഇതിന് വളമായിട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന ചെടിയുടെ പേര് കോഴിച്ചെടി. ഞാൻ നേരത്തെ കാണിച്ച ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് തെറ്റിയാണ്. ഇത് റെഡ് തെറ്റിയാട്ടോ. ഇതിനകത്ത് പൂക്കൾ വന്ന് തുടങ്ങുന്നുണ്ട്. ഇത് 2-3 ചെടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്നുണ്ട് കേട്ടോ, വലിയ ചെടിയായിട്ട് തോന്നുന്നത്. പിന്നെ ഇത് ഫിഷ് ബോൺ കാക്ടസ് പ്ലാന്റ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആട്ടോ, ഞങ്ങളിങ്ങനെ ഔട്ട്സൈഡ് വെച്ചേക്കുന്നതാണ്. ഇത് റെഡ് തെറ്റി. ഇവിടെയൊക്കെ ഫുള്ള് തെറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 2-3 ചെടി അടുപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ തെറ്റിയായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് കുറേ 2, 3, 4, 5 തെറ്റി അടുപ്പിച്ച് കുഴിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പൂ ചെറുതായിട്ടൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ അത് എനിക്കൊന്ന് ഈ വേനൽക്കാലം മാറുമ്പോഴത്തേക്ക് പഴയ പോലെ വരും. പക്ഷെ ഇപ്പുറത്തേക്ക് തെറ്റിക്കകത്ത് നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ തെറ്റിക്കകത്ത് നല്ലപോലെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതുകൊണ്ട് നല്ല ഫുള്ള് കവേർഡായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിനൊക്കെ നല്ല വളങ്ങൾ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് വേനൽക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ലപോലെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ ചെടിയുടെ പേര് ഇത് അഡീനിയോ കേട്ടോ, ഡെസേർട്ട് റോസ് എന്നും പറയും. പിന്നെ ഇത് ബ്രിഞ്ചാളാണ്, ബ്രിഞ്ചാൾ ചെടിയാട്ടോ ഇത്. അതിൻ്റെ ഇപ്പുറത്തെ കാണുന്ന ഈ ചെടിയുടെ പേര് ഗോൾഡൻ ടെൻഡ്രിൽ. പിന്നെ ഈ കാണുന്ന വലിയ മരം ഇത് നെല്ലിമരമാണ്. ഈ മരം വളഞ്ഞു പോകുന്നതുകൊണ്ട് ഞങ്ങൾ കയറിട്ട് കെട്ടിയൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. ഇത് അത്യാവശ്യം നെല്ലിക്ക വരാറായിട്ടില്ല, കയറിട്ട് കെട്ടി വെച്ചേക്കുവാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ മരമായിട്ട്. പിന്നെ ഇതിൻ്റെ പേര് നീഡിൽ സ്റ്റോൺ ക്രോപ്പ്.
പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഈ കാണുന്ന ചെടി ഞാൻ നേരത്തെ കാണിച്ച ചെടി തന്നെയാണ്, ഫിഷ് ബോൺ കാക്ടസ്. പിന്നെ ഈ കാണുന്ന ചെടിയുടെ പേര് പരിപ്പ് ചീര, സാമ്പാർ ചീര എന്നൊക്കെ പറയും. പിന്നെ വാട്ടർ ലീഫ് എന്നും പറയും കേട്ടോ. ദെൻ ഈ കാണുന്നത് കിളിച്ചുണ്ടൻ മാവാണ്, നാടൻ കിളിച്ചുണ്ടൻ മാവ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞങ്ങൾ ചെമ്പരത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്നുണ്ട്, മുട്ടൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു മാവും കൂടെ ഉണ്ട്. ഈ മാവിൻ്റെ പേര് കലപ്പാട്ടി എന്നാണ്. ഇതിനകത്ത് മാങ്ങയൊക്കെ പിടിച്ചു തുടങ്ങി. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന മാവിൻ്റെ പേരാണ് വെള്ളങ്ങണ്ണി മാവ്. വേളാങ്കണ്ണിയല്ല, വെള്ളങ്ങണ്ണി മാവ്. ഇത് ഇപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് നട്ടതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. ഇതിന് വളർന്ന് വരുന്നുണ്ടത്. പിന്നെ ഇവിടെ അടുപ്പിച്ച് ഞങ്ങൾ 3 മാവാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഈ ചട്ടിയിലിരിക്കുന്നത്, ഈ ചട്ടിയുടെ ആദ്യം ഇരിക്കുന്ന സാമ്പാർ ചീര കേട്ടോ ഈ ചട്ടിയിൽ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ട് ഫുള്ള് 10 മണിയാണ്. 10 മണിയുടെ ഒരു കലയാണ് ഇവിടെ ഫുള്ള് ഇരിക്കുന്നത്. മഞ്ഞ 10 മണി, പിങ്ക്, ക്രീം കളർ, പീച്ച്, ഇവിടെ ഫുള്ള് 10 മണിയാണ്. ഈ 10 മണി ചെടിയൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ മതിലിലാണ് വെച്ചിരുന്നത്. അവിടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അത് ഇങ്ങനെ ആൾക്കാർ ഒന്ന് തൈയൊക്കെ എടുത്തുകൊണ്ട് വന്നു. സോ അത് ഞങ്ങൾ അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടോട്ട് ആക്കി. ഇവിടെ ഇപ്പോൾ നല്ല സേഫാണ്, നല്ല തണലും ഉണ്ട്. ഇത് നല്ലപോലെ ഇപ്പോൾ വളരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മൊത്തം 10 മണി, സാമ്പാർ ചീര, അതൊക്കെ ഉണ്ട് ഇവിടെ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ. പിന്നെ ഈ കാണുന്ന ചെടിയുടെ പേരാണ് ക്ലസ്റ്റർ ഫിഗ്. ഇത് അത്യാവശ്യം നല്ലപോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. വളവും വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് 10 മണിയാണ്. ഇത് ഞങ്ങൾ 3 ചട്ടിയിലാട്ടോ 10 മണി വെച്ചേക്കുന്നത്. ഇത് റോസ് 10 മണിയാണ്. ദെൻ ഇത് മൽബറിയുടെ മരമാണ്. ആ മൽബറിയുടെ മരത്തിനകത്തിടെ കൂടെ മണി പ്ലാന്റും വളർന്നു വരുന്നുണ്ട്. ഇത് മൽബറിയുടെ ഇലയാട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ മൽബറി ട്രീ ആണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ മണി പ്ലാന്റും വരുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. സോ ഇത്രയാണ് എൻ്റെ ഈ ഇൻ്റർലോക്കിലുള്ള ചെടികളും മരങ്ങളൊക്കെ. ഇതിൻ്റെ പാർട്ട് 2 വ്ളോഗ് ഉടനെ വരുന്നതാണ്. അവിടെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ട്, അവിടെ സ്റ്റാർ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ബാക്കിൽ സൈഡിലൊക്കെ ചെടികളാണ്. സോ അത് ഞാൻ പാർട്ട് 2 വ്ളോഗായിട്ടിടാം. സോ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇൻ്റർലോക്കില്ലേ, ഇത്രയും പാർട്ട് 1-ലെ ചെടികൾ. ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ.